ഹലോ, ഞാൻ വീലേഴ്സ് ഹബ് ഷോഫർ സർവീസസിന് വേണ്ടി അനീഷ് വിയറാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വീലേഴ്സ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കാറുകൾക്ക് ഡ്രൈവർ സർവീസ്, പ്രൊഫഷണൽ ഡ്രൈവർ സർവീസ് കൊടുക്കുന്നൊരു സ്ഥാപനമാണ്. നിങ്ങൾക്കൊരു പ്രൈവറ്റ് കാർ സ്വന്തമായിട്ടുണ്ട്, അതെപ്പോഴെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഉള്ള സാഹചര്യമല്ല, ഒരു ഡ്രൈവറുടെ ആവശ്യം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും സർവീസ് അവൈലബിൾ ആണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ആ ഡ്രൈവർ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യാനായിട്ട് ഉണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിന്ന് യാത്ര ചെയ്തിങ്ങനെ വരുമ്പോൾ ഒരു റോഡിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അത് വലിയ വീതിയുള്ള വഴിയല്ല, അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കും ഉള്ളൊരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു കാറ് വളരെ സ്പീഡിൽ വന്ന് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി, നമ്മുടെ തൊട്ട് മുമ്പിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വളരെ റിസ്ക്കി ആയിട്ടാണ് ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ വളരെ അത്യാവശ്യപ്പെട്ട് പോകുന്ന ഒരാൾ എന്തോ ആവശ്യത്തിന് വളരെ സ്പീഡിൽ പോകുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓഫ് കോഴ്സ് ആയിരിക്കാം. ഞാൻ നോക്കുമ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ബ്ലോക്ക് വന്നു. ആ ബ്ലോക്കിൽ ആളവിടെ കിടപ്പുണ്ട്. നമ്മളൊരു മിതമായ സ്പീഡിൽ പോകുമ്പോഴും അയാളുടെ അടുത്ത് എത്തുന്നുണ്ട്. വീണ്ടും അതുപോലെ തന്നെ റിസ്ക് എടുത്ത് അയാൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ മിതമായ സ്പീഡിൽ പോകുമ്പോൾ തന്നെ അയാളുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്താണ്? അൾട്ടിമേറ്റ്ലി നമ്മളൊരു പോയിന്റിലോട്ട് എത്താനായിട്ട് വരുന്ന എത്ര റിസ്ക് എടുത്ത് പോകുമ്പോഴും, സാധാരണ രീതിയിൽ പോകുമ്പോഴും ആ പോയിന്റിലോട്ട് എൻ്റെ അടുത്ത് ആ എത്ര സ്ഥലത്തേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ചൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഡിഫറൻസ് ചിലപ്പോൾ കാണുള്ളൂ. അതിനാണ് ഭയങ്കര രീതിയിൽ റിസ്ക് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ചുമ്മാ വെറുതെ ഒരു അൺവാണ്ടഡ് റിസ്ക് നമ്മുടെ ലൈഫിലോട്ട് ചുമ്മാ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രോബ്ലം. അതൊന്നും ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. എല്ലാവരും ചിലപ്പോൾ നമ്മൾ വളരെ അത്യാവശ്യത്തിന് ഒരു സ്ഥലത്ത് പോകണമാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ മനസ്സിൽ നമ്മൾ ആ ഒരു കാര്യം വിചാരിക്കുക, നമ്മൾ ഭയങ്കര റിസ്ക് എടുത്ത് പോയിട്ടൊന്നും പെട്ടെന്ന് ഒരു സമയലാഭം റോഡിൽ ഉണ്ടാക്കാമെന്ന് കരുതണ്ട. എന്നാൽ നമ്മൾ നാഷണൽ ഹൈവേ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ 2-3 വരി പാതയുണ്ടാവും. അവിടെ വളരെ സ്പീഡിൽ വേഗതയിൽ ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ പറഞ്ഞ സ്ഥലങ്ങളിൽ സ്പീഡിൽ വാഹനം ഓടിച്ചു പോയാൽ സമയ വ്യത്യാസം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ചെറിയ റോഡുകളിൽ, റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, നാരോ റോഡുകളിൽ, അല്ലെങ്കിൽ മോശം റോഡുകളിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വളരെ സ്പീഡിൽ പോയിട്ട് വലിയ റിസ്ക് എടുക്കുന്നതിൻ്റെ അകത്ത് കാര്യമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ തോട്ട് പ്രോസസ്സിൽ തോന്നിയൊരു കാര്യമാണ് കേട്ടോ, ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഒരു പ്രൊഫഷണൽ ഡ്രൈവിംഗ് സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് തരൂ. എനിക്ക് നമ്മളുടെ ചെറിയ മിതമായ അറിവിൽ നിന്നും നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത്. ഫർദർ ഇതിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് സംസാരിക്കും. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.